കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്തും പൊതുഗതാഗത മേഖലയിലും വലിയൊരു നാഴികക്കല്ലാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് പ്രിയദർശിനി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര ഉറപ്പു നൽകുന്ന ഈ പദ്ധതി വലിയ പ്രതീക്ഷകളോടെയാണ് സംസ്ഥാനത്തെ വനിതകൾ വരവേറ്റത്. ജൂൺ 15 മുതൽ പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പ്രഖ്യാപനത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോൾ തന്നെ പദ്ധതിയുടെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചും അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെ ആയിരിക്കുമെന്നതിനെക്കുറിച്ചും സംസ്ഥാന വ്യാപകമായി വലിയ ചർച്ചകളും സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ചർച്ചകളുടെ കേന്ദ്രബിന്ദു കേരളത്തിലെ തെക്കൻ വടക്കൻ ജില്ലകൾ തമ്മിൽ KSRTC സർവീസുകളുടെ കാര്യത്തിലുള്ള ഭീമമായ അസമത്വമാണ്. സംസ്ഥാനത്തെ സാധാരണക്കാരായ സ്ത്രീകളുടെ യാത്രാ ചെലവ് ലഘൂകരിക്കുക, പൊതുഗതാഗത സംവിധാനങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുക, അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ പ്രിയദർശിനി പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം 100 ദിവസത്തെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നതും. ഈ കാലയളവിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുക. 100 ദിവസത്തെ സർവീസിന് ശേഷം പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം നടത്തും. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള മറ്റു ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പദ്ധതി യാഥാർത്ഥ്യമാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സ്ത്രീകൾക്ക് ഇതിന്റെ ആനുകൂല്യം ഒരുപോലെ ലഭിക്കുമോ എന്ന ചോദ്യത്തിന് KSRTC ഡിപ്പോകളിൽ നിന്നുള്ള ഓർഡിനറി ബസ്സുകളുടെ കണക്കുകൾ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ ഇവയുടെ വിന്യാസം ഒട്ടും തുല്യമായ രീതിയിലല്ല നിർവഹിക്കപ്പെട്ടിരിക്കുന്നതും. തെക്കൻ ജില്ലകളിൽ KSRTCക്ക് ശക്തമായ ശൃംഖലയുള്ളപ്പോൾ വടക്കൻ ജില്ലകളിൽ ഇത് വളരെ പരിമിതമാണ്. ജില്ല തിരിച്ചുള്ള ബസ്സുകളുടെ കണക്ക് ഇപ്രകാരമാണ്: തിരുവനന്തപുരം 687 ബസ്സുകൾ, കൊല്ലം 415, എറണാകുളം 325, ആലപ്പുഴ 227, കോട്ടയം 162, പത്തനംതിട്ട 150. വടക്കൻ കേരളത്തിലെ കണക്കുകൾ ഇങ്ങനെയാണ്: കണ്ണൂർ 205 ബസ്സുകൾ, വയനാട് 172, കോഴിക്കോട് 156, തൃശൂർ 153, കാസർഗോഡ് 128, പാലക്കാട് 122, മലപ്പുറം 98. മധ്യകേരളത്തിലെ മലയോര ജില്ലയായ ഇടുക്കിയിൽ 125 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് KSRTC ബസ്സുകളുടെ പകുതിയിലധികം ഏതാനും തെക്കൻ ജില്ലകളിൽ മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്നാണ്. പുറത്തുവന്ന കണക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് മലപ്പുറം ജില്ലയുടെ അവസ്ഥയാണ്. വിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നായ മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ഓർഡിനറി ബസ്സുള്ളത്, വെറും 98 എണ്ണം മാത്രം. രാഷ്ട്രീയമായി പരിശോധിച്ചാൽ നിയമസഭയിലേക്ക് UDFന് ഏറ്റവും കൂടുതൽ MLAമാരെ നൽകിയ ജില്ല കൂടിയാണ് മലപ്പുറം. എന്നിട്ടും സർക്കാരിൻ്റെ ഈ വലിയ ജനക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ഏറ്റവും കുറവ് ലഭിക്കാൻ പോകുന്നതും ഇതേ ജില്ലയിലെ സ്ത്രീകൾക്കാണെന്നത് വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്കും വഴിവെച്ചു. പാലക്കാട്, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിലെ അവസ്ഥയും വിഭിന്നമല്ല. മലബാർ മേഖലയിലെ ഭൂരിഭാഗം ജനങ്ങളും ദൈനംദിന യാത്രകൾക്കായി ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. അവിടെയാണ് KSRTC ഓർഡിനറി ബസ്സുകൾ വിരളമായി മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അതിനാൽ തന്നെ സർക്കാർ KSRTC ബസ്സുകളിൽ മാത്രം സൗജന്യയാത്ര പ്രഖ്യാപിക്കുമ്പോൾ വടക്കൻ കേരളത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളും ഈ പദ്ധതിയുടെ പരിധിക്ക് പുറത്താകുന്ന അവസ്ഥയാണ് നിലവിലുള്ളതും. ബസ്സുകളുടെ ഈ വലിയ പ്രാദേശിക അസമത്വവും വിവേചനവും നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടു. VT ബൽറാം MLA നിയമസഭയിൽ കൊണ്ടുവന്ന ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം സഭയുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹം തന്റെ പ്രമേയത്തിലൂടെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇവയാണ്: ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിലുള്ള കുറവ് കാരണം പ്രിയദർശിനി പദ്ധതിയുടെ ഗുണം ഭൂരിഭാഗം വരുന്ന മലബാറിലെ സ്ത്രീകൾക്കും ലഭിക്കാത്ത സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന യാത്രാനുകൂല്യം മലപ്പുറത്തോ പാലക്കാടോ ഉള്ള ഒരു സ്ത്രീക്ക് ലഭിക്കാത്തത് പ്രാദേശികമായി വിവേചനവുമാണ്. തിരുവനന്തപുരത്ത് 687 ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ മലപ്പുറത്ത് അത് 98ആയി ചുരുങ്ങുന്ന പ്രാദേശിക അസമത്വം ഈ പദ്ധതിയുടെ തിളക്കം കുറയ്ക്കുന്നു. VT ബൽറാം നിയമസഭയിൽ ഉയർത്തിയ ചോദ്യങ്ങളും ഗതാഗത മന്ത്രി CP ജോൺ നൽകിയ ഉറപ്പുകളും വരും ദിവസങ്ങളിൽ കൃത്യമായ നടപടികളായി മാറേണ്ടതുണ്ട്.
വടക്കൻ കേരളത്തിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പ്രിയദർശിനിയുടെ ആനുകൂല്യം കാസർഗോട്ടെയും മലപ്പുറത്തെയും സാധാരണക്കാരായ സ്ത്രീകൾക്കും ഒരുപോലെ ലഭ്യമാക്കാനും സർക്കാർ കാട്ടുന്ന ആർജവമായിരിക്കും ഈ പദ്ധതിയുടെ യഥാർത്ഥ വിജയം നിർണ്ണയിക്കുക.